ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഒരുമിച്ച് കർത്താവിന് വചനം ധ്യാനിപ്പാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല ദിനത്തെ, നല്ല അവസരത്തെ ഓർത്ത് കർത്താവ് നദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ കാണുവാനും കേൾക്കുവാനും നമുക്ക് ഒരുമിച്ച് വചനം ധ്യാനിപ്പാനും യേശുക്രിസ്തു നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും എല്ലാവർക്കും ക്രിസ്തു നാമത്തിൽ സ്നേഹവും വന്ദനവും ചൊല്ലുന്നു. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് എന്നും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നാം ആയിരിക്കുന്നവர்கள் നമ്മളെ കാത്തു പരിപാലിക്കുന്നല്ലോ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷാൽ നമ്മുടെ കേരളം കടന്നു പോകുന്ന അവസ്ഥ നമ്മൾക്കെല്ലാം അറിയാമല്ലോ. എന്നാലും നമ്മളെ കർത്താവ് കാത്തു പരിപാലിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തിന് നന്ദി പറയുകയാണ്. കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രയാസം കടന്നുപോലെ ഓർത്തും നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ യാത്രയിൽ നമുക്ക് അവരോട് കൂടെ ഇരുന്ന് അവരെ ആശ്വസിപ്പിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും നമ്മുടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഞാനായിരിക്കുന്ന എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും യേശുനാമത്തിൽ സ്നേഹവും വന്ദനവും ഞാൻ വീണ്ടും അറിയിക്കുന്നു. വീണ്ടും പ്രാർത്ഥന നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയെ ചോദിക്കുന്നു. നമ്മൾ കാര്യത്തിൽ കണ്ടിട്ടില്ല കേട്ടില്ല എന്നുണ്ടെങ്കിലും ആത്മാവിൽ കണ്ടുകൊണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. മിസ്രൈമെ വിട്ടതിൽ ഖേദിപ്പാനില്ലൊന്നും, ആശ്വാസദേശവൻ മുന്നിലുണ്ട്. മിസ്രൈമെ വിട്ടതിൽ ഖേദിപ്പാനില്ലൊന്നും, ആശ്വാസദേശമൻ മുന്നിലുണ്ട്. കൈകൊണ്ടു തീർക്കാത്ത വീടുകൾ മേടകൾ ഒക്കെയും വാഗ്ദത്ത നാട്ടിലുണ്ട്. അബ്രാമിൻ യാത്രയിൽ കൂടെയിരുന്നവൻ അവകാശം നൽകിയ കൂടെയുണ്ട്. ആമേൻ. അബ്രാമിൻ യാത്രയിൽ കൂടെയിരുന്നവൻ അവകാശം നൽകിയ കൂടെയുണ്ട്. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അത് എൻ്റെ ഒരു തന്നെ സാക്ഷ്യമാണ്. എന്തെല്ലാം ജീവിതത്തിൽ വന്നാലും എൻ്റെ കർത്താവിനെ പിന്തിരിഞ്ഞൊരു ജീവിതം എനിക്കില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മിസ്രൈം വിട്ട് പോകുന്നതിൽ എനിക്ക് ഖേദിപ്പാൻ ഒന്നുമില്ല. എനിക്ക് വാഗ്ദത്ത ദേശത്ത് എല്ലാം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽക്കാലം നമുക്ക് അല്പനിമിഷം കർത്താവിൻ്റെ വചനം ധ്യാനിക്കാം. 37-ാം സങ്കീർത്തനത്തിലെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. Psalms 37:5. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. 37-ാം സങ്കീർത്തനത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു മെസ്സേജ് ഇടുകയുണ്ടായി. ആരിൽ രസിക്കണം എന്നുള്ളതും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിൽ നിന്ന് ഓരോ വാക്യങ്ങളെടുത്ത് നമുക്ക് അനേക മെസ്സേജുകൾ നമുക്ക് ഉണ്ടാക്കാം, മെസ്സേജുകൾ ചെയ്യാം. ദൈവത്തിന് ഓരോ മെസ്സേജ്, ഓരോ വാക്യത്തിനകത്തും അനേക കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചതാണ്. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. അതൊരു വാഗ്ദത്ത വചനമാണ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. എന്നാൽ അത് കർത്താവിൽ ആശ്രയിച്ച് അത് നിർവഹിക്കുമെന്ന് പറയുന്നതിന് കർത്താവ് പറയാണ്, നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഭർത്താക്കന്മാരെയോ ഭാര്യമാരെയോ കുഞ്ഞുങ്ങളെയോ സഭാവിശ്വാസികളെ ശുശ്രൂഷകന്മാരെ അല്ല പരമേൽപ്പിക്കുന്നത്. നമ്മുടെ വഴികൾ പരമേൽപ്പിക്കേണ്ടത് നമ്മുടെ കർത്താവിൻ്റെ കരത്തിലാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദാവീദ് തൻ്റെ വാർദ്ധക്യ കാലത്ത് എഴുതിയ
ഒരു സങ്കീർത്തനമാണിത്. ഇതൊരു കീർത്തനമായിട്ടും ധ്യാനമായിട്ടും ഉപദേശമായിട്ടും ഒക്കെ ശേഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദുഷ്ടന്മാരുടെ അഭിവൃദ്ധി, നീതിമാരുടെ കഷ്ടതയും എല്ലാ കാലത്തും ദൈവജനത്തെ ചിന്താക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ദൈവമക്കളെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ദൈവമക്കളല്ലാത്തവരുടെ നന്മകൾ കാണുമ്പോൾ ഞാനും നിങ്ങളെല്ലാം അതിനകത്ത് അസൂയപ്പെടാറുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ദുഷ്ടൻ്റെ അഭിവൃദ്ധിയിൽ നമ്മൾ ഒരിക്കലും അസൂയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനെപ്പറ്റി നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ നിങ്ങളോടൊന്ന് പകൽക്കാലം ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്ന. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുകയാണ്. ദുഷ്ടന്റെ അഭിവൃദ്ധി ദൈവജനം അസൂയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് നമ്മളോട് പറയും, നമ്മുടെ വഴി ദൈവത്തെ അറിയുന്നവരോട് ദൈവാത്മാവ് കർത്താവിൻ്റെ ദൈവാത്മാവ് ഈ സങ്കീർത്തനത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുവാണ്, നിന്റെ വഴി എൻ്റെയും വഴികളെല്ലാം യഹോവയെ പരമേൽപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ ഹല്ലേലൂയ, ആമേൻ, അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യർക്ക് മറ്റു വഴികളെല്ലാം ചൊവ്വായി തോന്നുന്നു. ഹല്ലേലൂയ. എന്നാൽ പക്ഷേ മനുഷ്യന് ചൊവ്വായി തോന്നുന്ന വഴികൾ അത് നന്നായിരിക്കണമെന്ന് ഇല്ല. ഹല്ലേലൂയ. നമുക്ക് തോന്നും നമ്മുടെ എല്ലാ വഴികളും, നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ, നമ്മൾ പോകുന്ന വഴികൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നന്നായെന്ന് മനുഷ്യൻ്റെ കണ്ണിൽ തോന്നും. എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിൽ അത് ചൊവ്വായിട്ട് തോന്നത്തില്ലായിരിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കണ്ണിൽ ചൊവ്വായി തോന്നാത്ത വിഷയങ്ങൾക്ക് അതിന് നമ്മൾക്ക് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം പറയുന്നു, നിൻ്റെ എല്ലാ വഴികളും എന്നെ പരമേൽപ്പിക്കുക. എന്തുമായിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആലോചന മേടിച്ച് കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ച് വഴികൾ തിരഞ്ഞെടുത്താൽ അതെല്ലാം അനുഗ്രഹമായി തീരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആരംഭത്തെയും അവസാനത്തെയും ആരായുന്ന ദൈവം. ഹല്ലേലൂയ. ആരംഭവും അവസാനവും എവിടെയാണെന്നും എന്താകുന്നു ദൈവത്തിനറിയാം. ദൈവമാണ് ആദ്യനും അന്ത്യനുമാകുന്നത്. ഹീസ് ദ ആൽഫ, ഹീസ് ദ ഒമേഗ. ഹല്ലേലൂയ. ഹീസ് ദ ബിഗിനിങ്, ഹീസ് ദ എൻഡ്. കർത്താവിന് മഹത്വം കരയേറ്റിയാണ്. അതുകൊണ്ട് നമ്മുടെ ആരംഭത്തിൻ്റെ അവസാനത്തിൻ്റെ എല്ലാം അറിയാവുന്നൊരു ദൈവമാണ് എനിക്ക് നിങ്ങൾക്കുള്ളത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദൈവത്തിൻ്റെ ആലോചനകളും മനുഷ്യൻ്റെ ആലോചനകളും, ദൈവത്തിൻ്റെ വഴികളും മനുഷ്യൻ്റെ വഴികളും, ദൈവീയ വിചാരങ്ങളും മനുഷ്യൻ്റെ വിചാരങ്ങളും ആകാശം ഭൂമിക്ക് മീതെ അകന്നിരിക്കുന്നത് പോലെ ആണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ദീർഘമായിരിക്കുന്നത് പോലെ അകന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നമ്മുടെ പരിമിതമായ ബുദ്ധിയിൽ പലതും നമുക്ക് നല്ലതാണെന്ന് തോന്നാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ കൊടുങ്കാറ്റിലും ചെങ്കടലിലും കഷ്ടതയിലും എല്ലാത്തിലും കൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ. മരുഭൂമിയിലായിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ വഴികൾ ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ വഴികൾ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അതാണ് സങ്കീർത്തനക്കാരൻ ദാവീദ് അത് പറയുന്നത്. ഹല്ലേലൂയ. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക. നമ്മൾ കർത്താവിൻ്റെ ഹിതത്തിൽ ഏൽപ്പിച്ച് ഏത് വഴി തിരഞ്ഞെടുത്താലും അത് അനുഗ്രഹമായി തീരും, അത് നന്മയായി തീരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിലെ എല്ലാ വഴികളും പരമേൽപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും വളരെയധികം പ്രയാസങ്ങളുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് ചില വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാത്തിരിപ്പിൻ്റെ സമയങ്ങളായിരിക്കും. വളരെ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. അതിന് ഞാനും നിങ്ങളും തയ്യാറല്ല. അന്നേരം നമ്മൾ ഹൃദയവിഹിതമില്ലാത്ത വഴികളിലേക്ക് നമ്മൾ തിരിയുന്നു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആലോചന മേടിക്കുന്നില്ല. കുടുംബ വിഷയത്തിലാകട്ടെ, ശുശ്രൂഷ വിഷയങ്ങളിലാകട്ടെ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളുടെ ഏത് വിഷയമായാലും പെട്ടെന്നുള്ളൊരു തീരുമാനത്തിൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന മേടിക്കാതെ എടുക്കുമ്പോൾ അത് വളരെ ഒരു നാശത്തിലേക്ക് പോകും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് കർത്താവിന് പരമേൽപ്പിച്ച് കർത്താവിൻ്റെ വഴികൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കർത്താവിൻ്റെ കരത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം അത് അനുഗ്രഹമായി തീരുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അത് പ്രാഗൽഭ്യത്തോടെ നിങ്ങളോട് പകൽക്കാലം കർത്താവിൻ്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് എനിക്ക് പറയുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവഹിതമില്ലാത്ത തീരുമാനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭവിഷ്യത്തുകളും ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നിന്നുള്ള ഓരോ പാഠങ്ങളും ഓരോ ദിവസവും ഞാൻ പഠിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം
സ്തോത്രം ചെയ്യുന്നു. അന്നു മുതൽ ഞാൻ തീരുമാനമെടുത്തു, കർത്താവിൻ്റെ ആലോചന പ്രകാരമല്ലാത്ത ഒരു കാര്യങ്ങളും ഞാൻ തിരഞ്ഞെടുക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. അത് ദൈവത്തെ അറിഞ്ഞ നാളുകളിലുണ്ടായ സംഭവങ്ങളിലാണ് ഞാൻ രക്ഷിക്കപ്പെടുത്ത്. കുറച്ച് നാൾ ഒരു വചനത്തിൻ്റെ ഒരു ഉറപ്പും ഒന്നും ഇല്ലാതെ വചനത്തെ പറ്റി ധ്യാനിച്ച് അങ്ങനെ ഒരു ഉള്ളായിരുന്നില്ല ഞാനൊരു സമയത്ത്. എന്നാൽ അതിന് ഒരു ഭവിഷ്യത്തുകൾ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴും എനിക്ക് മനസ്സിലായി, ഇത് കർത്താവിൻ്റെ ഹിതമല്ലാത്ത, കർത്താവിനെ പരമേൽപ്പിക്കാത്ത വഴികളെല്ലാം ഞാൻ തിരഞ്ഞെടുത്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാം ഒരു വളരെ പ്രയാസമായി തീർന്ന കാലഘട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇനി അങ്ങനെ ഒരിക്കലും ഉണ്ടാകത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ഓരോ മിസ്റ്റേക്കുകളും ഓരോ തെറ്റുകളും വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ നമ്മളൊന്നുകൂടെ ആലോചിക്കുന്നത്, ചിന്തിക്കുന്നത്, പുറത്ത് പോയി ഒന്നുകൂടി ചിന്തിക്കാൻ നോക്കും. വചനത്തിനായി നമ്മൾ ചിന്തിക്കാക്കും, ഞാനെടുത്ത തീരുമാനം ദൈവഹിത പ്രകാരമായിരുന്നു, ദൈവത്തിൽ ഫലമേൽപ്പിച്ചിട്ടാണ് ഞാൻ ചെയ്തെന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് നമ്മുടെ എല്ലാ വഴികളും കർത്താവിൻ്റെ വഴികളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിന്മേലൊരു വിടുതലുണ്ട്. കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കർത്താവ് അത് നമുക്ക് നിർവഹിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. ദൈവഹിത പ്രകാരമുള്ള വഴികളാണെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റി തരും. കർത്താവിൽ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചാൽ, കർത്താവിൻ്റെ വഴിയിൽ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ കരത്തിൽ വരമേൽപ്പിച്ച് കഴിഞ്ഞിട്ട് ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കണം. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. എന്നാൽ കർത്താവ് നിർവഹിച്ചു തരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കർത്താവിൻ്റെ വഴികളിൽ കർത്താവിൻ്റെ കരത്തിൽ ഭരമേൽപ്പിച്ചിട്ട് കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാതെ, കർത്താവിൻ്റെ ഹിതപ്രകാരമുള്ള സമയത്തിന് വേണ്ടി കാത്തിരിക്കാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് വീണ്ടും പോയിട്ട് ഞാൻ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു, കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മൾ കാത്തിരുന്നേ പറ്റത്തുള്ളൂ. നമ്മുടെ കർത്താവ് നമ്മുടെ വിശ്വാസത്തെ ശോധന ചെയ്യുന്ന സമയങ്ങളായിരിക്കാം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യുന്ന സമയങ്ങളായിരിക്കാം. നമ്മൾ എത്രത്തോളം ദൈവത്തോട് അടുക്കുന്നു അങ്ങനെയൊക്കെ കടന്നു പോകുന്ന സമയങ്ങളായിരിക്കാം. അതുകൊണ്ട് കർത്താവിൻ്റെ കരത്തിൽ ഭരമേൽപ്പിച്ച് കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് ഇന്ന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വചനം നമ്മളെ ഓർപ്പിക്കുന്ന. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതൊരു വലിയ ഒരു പ്രോസസ്സാണ് കാത്തിരിക്കുക എന്നുള്ളത്. എനിക്കും നിങ്ങൾക്കും കഴിയാത്തൊരു കാര്യമാണ്. എന്നാൽ കർത്താവിനോട് കൃപ ചോദിച്ച്, കർത്താവ് ഇതിന്മേൽ ഈ വിഷയം കർത്താവിൻ്റെ കരത്തിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അത് കാത്തിരിക്കാനുള്ള കൃപയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസേനയിലായിരിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ദൈവഹിതമില്ലാത്ത ഒരു കാര്യങ്ങളും ഞാനും ദൈവമക്കളെന്ന് പറയുന്നത് തിരഞ്ഞെടുക്കാനിടയാക്കരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ചുറ്റിനും നമ്മളെ പ്രലോഭിപ്പിക്കാവുന്ന അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ അതെല്ലാം നമ്മുടെ ദൈവമക്കളായവരുടെ ജീവിതത്തിന് അത് അനുഗ്രഹമല്ല. നമ്മുടെ ദൈവമക്കളായവരുടെ ജീവിതത്തിന് അത് നന്മയായി തീരുകയില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ ദൈവമക്കളായി എന്ന് പറയുന്നവർക്ക് നമുക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസിനുണ്ട്, ഒരു പരിമിതിയുണ്ട്. ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എല്ലാ കാര്യങ്ങളും വരപ്പേൽപ്പിച്ചു കഴിഞ്ഞാൽ, കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു കഴിഞ്ഞാൽ അത് കർത്താവ് നിർവഹിച്ചു തരും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൽ വായിക്കുന്നു, ദൈവത്തിൽ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. അതൊരു വാഗ്ദത്തമാണ്. കഴിഞ്ഞ ആളുകൾ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തൻ തന്നെയാണ്. അതിന് ഒരു മാറ്റവുമില്ല. എനിക്ക് പ്രാഗൽഭ്യത്തോടൊക്കെ പറയാൻ കഴിയും. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം എൻ്റെ കർത്താവ് എൻ്റെ ദൈവത്തിൽ വിശ്വസ്തനായതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൽ പൂർണ്ണമായിട്ട് ഭരമേൽപ്പിച്ചിട്ട്, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം, കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചിട്ട് അതിന് സമയത്തിന് വേണ്ടി കാത്തിരുന്നാൽ ദൈവം നമ്മുടെ കർത്താവിൻ്റെ കരമത്തിൽ ഭരമേൽപ്പിച്ച സകല വിഷയങ്ങളും, ഹല്ലേലൂയ, സകല വഴികളും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുഗ്രഹമാക്കി തീർക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 118 സങ്കീർത്തനത്തിൽ 8 വാക്യത്തിലും 9 വായിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. വായിക്കുകയാണ്, മനുഷ്യയിൽ ആശ്രയിക്കുന്നതിനേക്കാളും യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നാലും യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്കും നിങ്ങൾക്കും ദൈവമക്കളെ നമ്മൾ പറയുന്നതെങ്കിലും നമുക്ക് കർത്താവിൽ ആശ്രയിക്കാനായിട്ട്, പൂർണ്ണമായിട്ട് ആശ്രയിക്കാനായിട്ട് കഴിയാത്ത കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനാൽ പറയട്ടെ, കർത്താവിൽ ആശ്രയിച്ച് പ്രഭുക്കന്മാരിലോ മറ്റുള്ള മനുഷ്യരിലോ ആശ്രയിക്കാതെ നമ്മുടെ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ദൈവം എല്ലാം അത് അനുഗ്രഹമാക്കി നിർവഹിച്ച് തരുന്ന ഒരു വിശ്വസ്തനായ കർത്താവാണ് എനിക്ക് നിങ്ങൾക്കുള്ളത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവഹിതപ്രകാരം നമ്മൾ ജീവിക്കുന്നുവെങ്കിലും, ഒന്നൊരു കൂടി ഒരു കാര്യം പറയട്ടെ, ദൈവഹിതപ്രകാരം നമ്മൾ ജീവിക്കുന്നുവെങ്കിലും ദൈവത്തിൻ്റെ വഴികളിൽ ദൈവത്തിൻ്റെ നമ്മൾ വരമേൽപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കണം, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് നമ്മൾ ഒരിക്കൽ ദൈവമക്കളായവർ ചിന്തിക്കരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക്
ദൈവഹിത പ്രകാരമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ദൈവം അത് അനുവദിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശോധനകൾ കടന്നു വരാം. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, ആ പ്രശ്നങ്ങളുടെ മേലെ, ആ പ്രതിസന്ധികളുടെ മേലെ നമ്മുടെ ദൈവമായ കർത്താവ് അതിന് നീക്കുപോക്കുകളും വരുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നീക്കുപോക്ക് വരുത്തിയതിന് ശേഷമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ തരുന്നത്. അല്ല, നമുക്ക് ദൈവമക്കളായി ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ദൈവഹിത പ്രകാരം ജീവിക്കുന്നവർക്ക്, ദൈവഹിത പ്രകാരം ദൈവവചന പ്രകാരം ജീവിക്കുന്നവർക്ക് പ്രതികൂലങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ ഒരു സുവിശേഷത്തിൽ, അങ്ങനെ ഒരു ദൈവവചനത്തിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. നമ്മുടെ യേശുക്രിസ്തു സ്ഥല പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. അതുപോലെ നമ്മളും ഈ ലോകത്ത് ജീവിക്കുമ്പോഴേ, കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കുമ്പോഴേ, ദൈവമക്കളെന്ന് വിളിക്കപ്പെട്ടവർക്ക്, ദൈവഹിതമായി ജീവിക്കുന്നവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നാൽ ആ ദൈവഹിത പ്രകാരം ജീവിക്കുന്ന ദൈവമക്കൾക്ക് പ്രശ്നങ്ങൾ വന്നാൽ അതിന് വേണ്ടി നീക്കുപോക്കുകളും കർത്താവ് മുൻപേക്ക് കണ്ടുവച്ചിട്ടാണ്, ഒരുക്കി വെച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തരുന്നതെന്ന് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഒന്ന് ഓർക്കണമെന്ന് പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ദൈവത പ്രകാരം ജീവിക്കുന്നവർക്ക് പ്രശ്നങ്ങളില്ല. ദൈവത്തെ അറിഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ കൽപ്പന പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നവരോട് നിങ്ങൾ പറയണം, ഇല്ല, എനിക്ക് അങ്ങനെയല്ല. ക്രിസ്തുവിനെ അറിഞ്ഞവർക്ക് പ്രശ്നങ്ങളുണ്ടാകും. എന്നാൽ ക്രിസ്തുവിനെ അറിഞ്ഞവർക്ക് പ്രശ്നങ്ങൾ വന്നാൽ അതിലൂടെ ദൈവം അതിന്മേൽ നീക്കുപോക്കുകൾ വരുത്തി അതിന്മേൽ വിടുതൽ തരുമെന്നുള്ള എനിക്ക് വിശ്വാസമുണ്ടെന്ന് നിങ്ങളോട് പറയുന്നവരോട് നിങ്ങൾ പറയണം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് കേൾക്കുന്നവരോട് പറയട്ടെ, നിങ്ങൾ ഏത് തീരുമാനങ്ങൾ എടുക്കാൻ കൺഫ്യൂഷനിലായിരിക്കുന്നു, എന്ത് ചെയ്യണമെന്ന് ഒരു കൺഫ്യൂഷൻ, എങ്ങനെ ചെയ്യണമെന്ന് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതിരിക്കുന്നവരോട്, എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നിങ്ങളുടെ ഭാരം, നിങ്ങളുടെ വഴികളെ യഹോവയെ ഭരമേൽപ്പിക്കുക. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ, ആരെങ്കിലും കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ കോഴ്സുകളുടെ തീരുമാനങ്ങൾ ഹല്ലേലൂയ, നിങ്ങളുടെ കർത്താവ് ഉപരിപഠനത്തിൻ്റെ തീരുമാനങ്ങൾ ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിത പങ്കാളികളുടെ തീരുമാനങ്ങൾ, അതിനെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ഭരമേൽപ്പിക്കുക. നിൻ്റെ വഴി ഭരമേൽപ്പിച്ചിട്ട് ഒരു തീരുമാനമെടുത്താൽ നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. രോഗത്തിലൂടെ കടന്നു പോകുന്നവരാലും പറയണം, എൻ്റെ കർത്താവെ, ഇങ്ങനെ ഒരു രോഗം എനിക്ക് തന്നതിൽ, ഒരു ശോധ തന്നതിൽ എൻ്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. എൻ്റെ ഈ രോഗത്തിൻ്റെ അവസ്ഥ എൻ്റെ കർത്താവിൻ്റെ കരത്തിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവ് തന്നെ വിടുതൽ തരുമെന്നുള്ള വിശ്വാസത്തോടെ, പ്രത്യാശയോടെ ആയിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്ത യാതൊന്നുമില്ല. അത് നമ്മൾക്കാണ് പ്രയാസം. ദൈവം പ്രവർത്തിക്കുമെന്നുള്ള സംശയം, ദൈവം അത് ചെയ്യുമെന്നുള്ള സംശയം. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അത് കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് തരണമെന്നുള്ള മൂശാട്ട സ്വഭാവങ്ങളൊന്നും ദൈവമക്കളായി എനിക്ക് നിങ്ങൾക്കും പാടില്ല. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ്, ദൈവപ്രവൃത്തി കാണണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ വഴികളും, ചെറുതും വലുതും എല്ലാ വഴികളും കർത്താവിനെ പരമേൽപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കേൾപ്പിച്ച വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ ഒന്നുകൂടി ശോധന ചെയ്യാം. നമ്മളെല്ലാ വഴികളും കർത്താവിനെ പരമേൽപ്പിച്ചിട്ടാണോ ചെയ്തുകൊണ്ട്, കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചിട്ടാണോ എന്ന് ചിന്തിച്ചുകൊണ്ട്, ഒന്നും കൂടെ ശോധന ചെയ്തുകൊണ്ട് നമ്മൾ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, നിങ്ങളെല്ലാവരും ദൈവം സമാധാനത്തിൽ കാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിൽ ദൈവികതം വെളിപ്പെടട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു കൂടി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാം. മുന്നോട്ട് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും നമുക്ക് ശ്രമിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷാൽ ദൈവമേ പിതാവിന്റെ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ കേൾപ്പിച്ചു ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ സകല വഴികളും പരമേൽപ്പിയുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ പൂർണ്ണമായ ആശ്രയമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നപ്പാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ഭാരതത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൊച്ചു കേരളത്തിനായി പ്രാർത്ഥന. കർത്താവെ കാലാവസ്ഥ പ്രതികൂലങ്ങളായിരിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കേരളത്തോട് മനസ്സലിയണമേ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിച്ചാട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ കേരളത്തോട് മനസ്സലിഞ്ഞ കർത്താവെ, കർഷകരിൽ പ്രയാസങ്ങൾ വിടിവിക്കാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പാ. അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുവാൻ കർത്താവ് അനേകരെ ഒരുക്കിയാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരസ്പരം സ്നേഹിച്ച് കർത്താവെ, ഹല്ലേലൂയ, ഒരു ജാതി മത വ്യത്യാസമില്ലാതെ സ്നേഹിച്ച് ഇതിന്മേൽ തന്നെ ചെയ്യുന്ന കർത്താവെ വഴികളും തുറക്കുവാൻ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യാണ്. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുമല്ലോ. അവർ പ്രദേശങ്ങളുടെ വിലാക്കളുടെ വിടുതലിനായി ദൈവനാമം ഓരോരുത്തരും മഹത്വപ്പെടട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ലോകത്തിൽ സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയാണ്. തലമുറകളുടെ വിഷയത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളുടെ വിഷയങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 ചെയ്യണപ്പാ. കർത്താവെ തലമുറകൾ ഒരു വരുമാന മാർഗത്തിന് കണ്ണുനീരൊഴുക്കുന്നു. ഒരു തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്
കേൾക്കുന്നവരുടെ സമസ്ത രഹസ്യമായ പരസ്യമായ സമസ്ത വിഷയങ്ങളെയും കർത്താവിൻ്റെ പൊന്നുകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടെ ദൈവീയ സമാധാനം, ദൈവീയ ശക്തി കർത്താവ് നൽകണം. ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞങ്ങൾ കാണുവോളം പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും സഹായിച്ചട്ടെ. ദൈവകൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനയായി ചങ്ങടതിനായ സ്തോത്രം നാസനേഷ് നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണുവോളം നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം. നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.